ലൈംഗിക ആരോപണ വിധേയൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് യോഗത്തിൽ. പാലക്കാട് കണ്ണാടി മണ്ഡലം കോൺഗ്രസ് യോഗത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത്. മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് കണ്ണാടി അടക്കമുള്ള നേതാക്കളാണ് യോഗത്തിലുള്ളത്. വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സച്ചിൻ, നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലും ഈ ഒളിച്ചുകളി വ്യക്തമായതാണ്. ഇപ്പോഴിതാ മറനീക്കി പുറത്തെത്തി. കോൺഗ്രസ് പുറത്താക്കിയ ആൾ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ വേദിയിലിരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ. സച്ചിൻ. അജിംഷാദെ, ഇന്ന് വൈകിട്ട് 3 മണിയോട് കൂടിയാണ് പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ കാഴ്ചപ്പറമ്പിൽ കോൺഗ്രസിൻ്റെ കണ്ണാടി മണ്ഡലം ഭാരവാഹികളടക്കം പങ്കെടുത്തുകൊണ്ടുള്ള യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പങ്കെടുത്തത്. പ്രധാനമായും ലൈംഗികാരോപണങ്ങൾക്ക് വിധേയനായി വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ഈ സസ്പെൻഷൻ അടക്കം വിലവെക്കാതെയാണ് ഇപ്പോൾ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ രഹസ്യ യോഗത്തിൽ പങ്കെടുക്കുന്ന വിവരമറിഞ്ഞ് മാധ്യമപ്രവർത്തകർ എത്തിയപ്പോൾ താൻ അത്തരത്തിൽ യോഗത്തിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ കൃത്യമായ രീതിയിൽ അരമണിക്കൂറിലധികം നീണ്ടുനിന്ന യോഗമാണ് പാലക്കാട് കാഴ്ചപ്പറമ്പിലുള്ള ക്ഷീരോത്പാദക സംഘത്തിൽ കോൺഗ്രസിൻ്റെ മണ്ഡലം ഭാരവാഹികൾ കണ്ണാടി മണ്ഡലം പ്രസിഡന്റുമുള്ളവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ, കണ്ണാടി പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ വിശദാംശങ്ങളാണ് ചർച്ച ചെയ്തത് എന്ന കാര്യമാണ് വ്യക്തമായിട്ടുള്ളത്. പ്രധാനമായും രാഹുൽ പറയുന്നത് താൻ UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി ഉണ്ടാകും എന്ന കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിൽക്കുമ്പോൾ അവരെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. ഇതിന് സംസ്ഥാന നേതൃത്വം തന്നെ കൃത്യമായ മറുപടി പറയേണ്ടി വരും. കാരണം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവരാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത്. എന്നാൽ ഇതൊന്നും വകവെക്കാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാട് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുത്തത്. അതിനാൽ തന്നെ കൃത്യമായ മറുപടി വരും ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ KPCCയുടെ നേതാക്കളെല്ലാം വ്യക്തമാക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിലും അതേപോലെ തന്നെ ഷാഫി പറമ്പിൽ പക്ഷത്തുള്ള നേതാക്കൾ ഒക്കെ രഹസ്യമായി യോഗം ചേർന്നിരുന്നു. ഷാഫി പറമ്പിലിൻ്റെ ചെന്ന് ഷാഫി പറമ്പിലിനെ കണ്ടുകൊണ്ടാണ് അത്തരത്തിൽ യോഗം ചേർന്നത്. മണ്ഡലത്തിൽ ഏത് വിധേനയും സജീവമാകുക എന്നൊരു പ്രവർത്തനം തന്നെയാണ് ഷാഫി പറമ്പിൽ രാഹുലിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിനാൽ തന്നെ അതിൻ്റെ ഭാഗമായി രഹസ്യ യോഗങ്ങൾ മുൻപും ചേർന്നിരുന്നു. അത് അടക്കം കൈരളി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ഇന്നാണ് പരസ്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ വലിയ രീതിയിൽ, അതായത് DCC പ്രസിഡന്റ് A തങ്കപ്പനും അതേപോലെ തന്നെ VK ശ്രീകണ്ഠൻ MP അടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഷാഫി പറമ്പിൽ പക്ഷത്തുള്ള നേതാക്കൾ മാത്രം ചേർന്നുകൊണ്ട് യോഗം ചേരുന്നത്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി അതാണ് ഈ മുതിർന്ന VD സതീശൻ അടക്കമുള്ളവർ കാട്ടുന്ന പല വിധത്തിലുമുള്ള പ്രവർത്തികൾ ഒളിച്ചുകളിയുടെ ഭാഗമാണ് എന്ന ആരോപണം വരുന്നത് അവിടെയാണ്. ഷാഫി പറമ്പിൽ KPCCയുടെ നിർണായകമായ സ്ഥാനം വഹിക്കുന്ന വ്യക്തി കൂടിയാണ്. അങ്ങനെ ഷാഫി പറമ്പിലിൻ്റെ ഒത്താശയോടുകൂടി എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ എത്താനാകുന്നത്? അപ്പോൾ VD സതീശനടക്കം ശ്രീകണ്ഠൻ അടക്കമുള്ളവരുടെ മൗനാനുവാദം, മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ മൗനാനുവാദം ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം തിരുവനന്തപുരത്തും ഇത്തരത്തിലൊരു പരിപാടിയിൽ VD സതീശൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തിരുന്നു, ഒരു SUCയുടെ സമരവും മറ്റോ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റിയതിന് ശേഷം VD സതീശനെ കൊണ്ടുവരുന്നു. ഇങ്ങനെ നാടകങ്ങളൊക്കെ കളിക്കുന്നു. അതിൻ്റെ നാടകത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ പാലക്കാട് നിന്നും കാണുന്നത്, അല്ലേ സച്ചിൻ? തീർച്ചയായും അജിംഷാദ്, അത് തന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ കണ്ണാടി പഞ്ചായത്തിൽ യോഗം ചേർന്നിട്ടുള്ളത്. ഇന്ന് രാവിലെയും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ രാഹുലിൻ്റെ നേതൃത്വത്തിൽ ഷാഫി പക്ഷത്തെ നേതാക്കളെല്ലാം യോഗം ചേർന്നിട്ടുണ്ട് എന്ന ഒരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇന്ന് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം നിഷേധിക്കുന്നുണ്ട്. താൻ നേതാക്കളെയൊക്കെ എല്ലാ ദിവസവും കാണാറുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് വന്ന് നേതാക്കളെ കണ്ടത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. വലിയ രൂക്ഷമായ ഭാഷയിൽ മാധ്യമങ്ങളോട് തട്ടിക്കയറുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. കാരണം തന്നെ പുറത്താക്കുന്നത് വരെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഓഫീസുകളിലെല്ലാം സന്ദർശനം നടത്തും, അവിടെയൊക്കെ ചെല്ലും എന്ന കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ ഇത് നേതാക്കളെയൊക്കെ വെല്ലുവിളിച്ചു കൊണ്ടുള്ള ഒരു ഭീഷണി പോലെയുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ളത്. എന്നാൽ പോലും അജിംഷാദ് പറഞ്ഞതുപോലെ തന്നെ ഒരു ഭാഗത്ത് VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തു, ഇനി പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നാടകം കളിക്കുന്നു. സമാനമായ രീതിയിൽ ഷാഫി പറമ്പിൽ
പറമ്പിലും അതേപോലെ തന്നെ ഷാഫി പറമ്പിൽ പക്ഷത്തുള്ള എ ഗ്രൂപ്പിൻ്റെ നേതാക്കളെല്ലാം രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നു. അത് തുടക്കം മുതൽ തന്നെ നമ്മൾ പാലക്കാട്ട് കണ്ടതാണ്. അതിനാൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെയും അതേപോലെ തന്നെ ഷാഫി പറമ്പിലിൻ്റെയും അനുകൂലികളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ യോഗങ്ങൾ ചേർന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശരി സാധിക്കുന്നത്. സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.